നമസ്കാരം. ന്യൂസ് ഓൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. ഡോളർ കരുത്തു പ്രാപിച്ചതോടെ ഗൾഫ് ഓഹരി വിപണിയിൽ വൻ മുന്നേറ്റം. സുപ്രധാന കമ്പനികളുടെ ലാഭവിഹിതം ഗണ്യമായി വർദ്ധിക്കും. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ. ബഹ്റൈനിലും കുവൈത്തിലും റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി ഭരണകൂടം രംഗത്ത്. നടപടി വാഹന അപകടങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതിനെ തുടർന്ന്. കുവൈത്തിൽ അനധികൃത താമസക്കാരെ കണ്ടെത്താനും പരിശോധനകൾ സജീവം. ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡ് രക്തസാക്ഷികളുടെ വെള്ളിയാഴ്ച ആചരിച്ചു. ദിനാചരണം സൈനിക അടിച്ചമർത്തലിൽ കൊല്ലപ്പെട്ട ജനാധിപത്യ പ്രക്ഷോഭകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഹുസ്നി മുബാറക്കിനെ മോചിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തം. ഈജിപ്തിലെ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കുവൈത്തിലെ പ്രതിപക്ഷ നേതാക്കൾ ഇരാദ ചത്തുരത്തിൽ ധർണ നടത്തി. സിറിയയിൽ രാസായുധം പ്രയോഗിച്ച സംഭവത്തിൽ UN പരിശോധനാ സംഘത്തോട് സഹകരിക്കണമെന്ന് റഷ്യ. രാസായുധ പ്രയോഗത്തിന് പിന്നിൽ ബഷാറുൽ അസദ് ഭരണകൂടം തന്നെയാണെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി വില്യം ഹേഗ്. ഭരണകൂടം എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചെന്നും UN രക്ഷാസമിതി അടിയന്തരമായി ഇടപെടണമെന്നും ഖത്തർ. ലെബനനിൽ ഇരട്ട ബോംബാക്രമണം. വടക്കൻ ലെബനിലെ ട്രിപ്പോളിയിലുണ്ടായ സ്ഫോടനങ്ങളിൽ 29 പേർ കൊല്ലപ്പെട്ടു. 500ഓളം പേർക്ക് പരിക്ക്. വ്യാപക നാശനഷ്ടം. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. വാർത്തകൾ വിശദമായി. ഡോളർ കരുത്തു പ്രാപിച്ചതോടെ ഗൾഫ് ഓഹരി വിപണിയിൽ വൻ മുന്നേറ്റം. സുപ്രധാന കമ്പനികളുടെ മുഴുവൻ ലാഭവിഹിതം ഗണ്യമായി ഉയരാൻ വഴിയൊരുങ്ങിയതോടെ തൊഴിലവസരങ്ങളും വർദ്ധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഡോളറിന്റെ മുന്നേറ്റം ഇന്ത്യക്ക് തിരിച്ചടിയാകുമ്പോൾ പുതിയ സാഹചര്യം UAE ഉൾപ്പെടെ ഗൾഫ് സമ്പദ്ഘടനയ്ക്ക് വൻ നേട്ടമായി മാറുന്നു. സമീപകാലത്തൊന്നും ഉണ്ടാകാത്ത വിധം ഗൾഫ് ഓഹരി വിപണികളിൽ വൻ മുന്നേറ്റം പ്രകടമാണിപ്പോൾ. ദുബൈ ബെഞ്ച്മാർക്ക് സൂചികയിൽ 1% വർധനയാണ് ഇന്നലെ മാത്രം ഉണ്ടായത്. US ഡോളറിനെ പിൻപറ്റുന്നതിനാൽ ഖത്തർ ഉൾപ്പെടെ മിക്ക ഗൾഫ് രാജ്യങ്ങളുടെയും ഓഹരി വിപണിയിലും ഉണർവുണ്ട്. ഖത്തർ ഇന്റർനാഷണൽ ഇസ്ലാമിക് ബാങ്ക്, ഖത്തർ ഇസ്ലാമിക് ബാങ്ക് എന്നിവയുടെ ഓഹരിയിൽ വൻ വർധനയാണ് ഇന്നലെ ഉണ്ടായത്. ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് മേഖലകളിലെ മുന്നേറ്റം കാരണം ഗൾഫ് ഓഹരി വിപണിയിൽ നടപ്പുവർഷം മികച്ച പ്രതികരണമാണുള്ളതെന്ന് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. പ്രമുഖ ഗൾഫ് കമ്പനികളൊക്കെയും നല്ല ലാഭവിഹിതമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നതും. ദുബൈ ഉൾപ്പെടെ പ്രധാന ഗൾഫ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് എല്ലാ തുറകളിലും ജോലി അവസരങ്ങൾ ഗണ്യമായി ഉയരുമെന്ന റിപ്പോർട്ടുകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. നിതാക്കാത്ത് മൂലവും മറ്റും നാട്ടിലേക്ക് മടങ്ങിയതിനേക്കാൾ എത്രയോ ഇരട്ടി പേർക്ക് സൗദിയിലേക്കും മറ്റും വൈകാതെ എത്താൻ സാധിക്കുമെന്നും വിദഗ്ധർ വ്യക്തമാക്കുന്നു. പോണതിലും അധികം ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് എന്നാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ഈ ഓരോ സ്ഥലങ്ങളിലും 100 ആൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ 200 ആൾ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോഴും ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. രൂപയുടെ തകർച്ച മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മെച്ചപ്പെടുന്നത് കേരളം ഉൾപ്പെടെ പ്രവാസി പണത്തെ ആശ്രയിച്ചുള്ള സമ്പദ്ഘടനയ്ക്ക് വലിയ ഗുണം ചെയ്തേക്കുമെന്നാണ് പൊതുവിലയിരുത്തൽ. MCA നാസർ, മീഡിയ 1, ദുബൈ. ബഹ്റൈനിൽ റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളെടുക്കാൻ ഗതാഗത മന്ത്രാലയം ഒരുങ്ങുന്നു. രാജ്യത്ത് വാഹന അപകടങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതിനെ തുടർന്നാണിത്. ബഹ്റൈനിൽ ഗതാഗത നിയമലംഘനങ്ങൾ തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ കർക്കശമായി നടപ്പിലാക്കാനാണ് ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. റോഡ് സുരക്ഷയെ ബാധിക്കുന്ന മുഴുവൻ വിഷയങ്ങളും ഗൗരവതരമായി കാണുമെന്നും നിയമം ശക്തമായി തന്നെ നടപ്പിലാക്കുമെന്നും ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് ഉപമേധാവി മുഹമ്മദ് ബിൻ റാഷിദ് അൽ-നുഐമി വ്യക്തമാക്കി. വിവിധ വാഹനങ്ങളിലെ ഡ്രൈവർമാർ പലപ്പോഴും സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ അലംഭാവം വരുത്തുന്നതായും വലിയ വീഴ്ചകൾ സംഭവിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ലൈറ്റുകൾ, ബമ്പറുകൾ എന്നിവ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതും ഓവർലോഡുമാണ് വലിയ വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രധാന നിയമലംഘനങ്ങൾ. എന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീതി ഉയർത്തുന്ന രൂപത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തുന്നവർ പിടികൂടപ്പെടുകയും വിചാരണയ്ക്ക് വിധേയരാവുകയും ചെയ്യേണ്ടി വരുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഭൂരിഭാഗം വാഹനാപകടങ്ങളും ഗതാഗത നിയമലംഘനങ്ങളും ശ്രദ്ധക്കുറവും അലംഭാവവും കാരണമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ കർക്കശമായി നടപ്പിലാക്കാനുള്ള തീരുമാനം ഗതാഗത മന്ത്രാലയം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. കുവൈത്തിൽ ഗതാഗത പരിശോധന തുടരുന്നു. ഹവല്ലി, ജഹ്റ പ്രദേശങ്ങളിൽ നിരവധി പേർക്കെതിരെ കേസെടുത്തു. ഗുരുതര ഗതാഗത ലംഘനങ്ങൾ നടത്തിയ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു. അനധികൃത താമസക്കാരെ കണ്ടെത്താനും പരിശോധനകൾ സജീവമാണ്. ഹവല്ലി, ജഹ്റ ഗവർണറേറ്റുകളിലെ വിവിധ മാർക്കറ്റുകൾക്കും ഷോപ്പിംഗ് കോംപ്ലക്സുകൾക്കും സമീപം കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ വിദേശികളടക്കം നിരവധി പേരെ പോലീസ് പിടികൂടി. ഗുരുതരമായ നിയമലംഘനങ്ങൾ നടത്തിയവരാണ് അറസ്റ്റിലായത്. ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതിന് 970 പേർക്കെതിരെ കേസെടുത്തു. നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും പരിശോധന നടക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെയും കാലാവധി കഴിഞ്ഞ ഇൻഷുറൻസ് രേഖകളുമായി വാഹനമോടിച്ചതുമായ 470 പേരാണ് പിടിയിലായത്. അംഗറയിൽ നടത്തിയ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചതിന് 3 ഇന്ത്യക്കാരും അറസ്റ്റിലായിട്ടുണ്ട്. ഹവല്ലിയിൽ വികലാംഗർക്കായുള്ള സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തതിനാണ് 3 പേരെ പോലീസ് പിടികൂടിയത്.
തലസ്ഥാന ഗവർണറേറ്റിൽ 120 പേർക്കെതിരെ കേസെടുത്തു. അതേസമയം താമസ നിയമലംഘകരെ കണ്ടെത്താൻ സാൽമിയയിലും ഹവല്ലിയിലും നടന്ന പോലീസ് പരിശോധനയിൽ 120 പേർ പിടിയിലായിട്ടുണ്ട്. ഖൈത്താൻ, റജീജ് പ്രദേശങ്ങളിൽ പോലീസും തൊഴിൽ വകുപ്പും സംയുക്തമായി നടത്തിയ റെയ്ഡിൽ 18 സ്ത്രീകളടക്കം 92 വിദേശികൾ അറസ്റ്റിലായതായി പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന സൂചനയാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈത്ത്. ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബസ്സുകൾ കർശന നിരീക്ഷണത്തിന് വിധേയമാക്കുമെന്ന് ഹജ്ജ് മന്ത്രി ഡോക്ടർ ബന്ദർ അൽ ഹിജാർ അറിയിച്ചു. മക്ക മദീന പുണ്യസ്ഥലങ്ങൾക്കിടയിലെ തീർത്ഥാടകരുടെ യാത്ര സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണിത്. ഇതിനായി പ്രത്യേക ഇലക്ട്രോണിക് സംവിധാനമുണ്ടാകും. ഹജ്ജ് വേളയിൽ സർവീസ് നടത്തുന്ന വാഹനങ്ങളെ ഇതുവഴി നിരീക്ഷിക്കാനാകും. ഇത്തവണ ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി UAE-യിലെ സർക്കാർ ജീവനക്കാർക്ക് 6 ദിവസം അവധി ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. ഒക്ടോബർ 14 മുതൽ 19 വരെയായിരിക്കും അവധി. ഔക്കാഫ് കലണ്ടർ പ്രകാരം ഒക്ടോബർ 14-നാണ് അറഫ ദിനം. തുടർന്ന് പെരുന്നാളിന് ആ ദിവസത്തെ സ്വാഭാവിക അവധി, വെള്ളി, ശനി എന്നീ വാരാന്ത്യ അവധി ദിവസങ്ങളും കണക്കുകൂട്ടുമ്പോൾ തുടർച്ചയായി 6 ദിവസം അവധി ലഭിക്കും. പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്കും മറ്റും പോകാൻ UAE-യിലെ സർക്കാർ ജീവനക്കാരായ പ്രവാസികൾക്ക് ഇത് ഗുണം ചെയ്യും. ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകൾ 1 മാസം മുമ്പ് ഖത്തറിലെത്തിയാൽ ചൂട് പ്രശ്നമാവില്ലെന്ന് പുതിയ ഗവേഷണ പഠനം. ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയായ ബെഡ്ഫോർഡ്ഷെയറിലെ ഗവേഷകരാണ് ഇതേക്കുറിച്ച് പഠനം നടത്തിയത്. 1 മാസത്തെ പരിശീലനത്തിലൂടെ ഖത്തറിലെ ചൂടുമായി കളിക്കാർക്ക് പരിചയിക്കാനാവുമെന്ന് പഠനം വ്യക്തമാക്കുന്നു. യൂറോപ്യൻ യൂണിയന്റെ ഈ വർഷത്തെ ഇന്റർനാഷണൽ റിലേഷൻസ് അവാർഡിന് അർഹനായ ബഹ്റൈൻ പ്രധാനമന്ത്രി പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയ്ക്ക് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് അഭിനന്ദന പ്രവാഹം. മന്ത്രിമാർ, MP-മാർ, ശൂറ കൗൺസിൽ അംഗങ്ങൾ, ഗവർണർമാർ, പൗരപ്രമുഖർ തുടങ്ങിയവർ അദ്ദേഹത്തിന് അഭിനന്ദന സന്ദേശം അയച്ചു. യൂറോപ്യൻ യൂണിയനിലെ അറബ് സാമ്പത്തിക മാനേജ്മെന്റ് ഫോറമാണ് കഴിഞ്ഞ ദിവസം അവാർഡ് വിവരം പ്രഖ്യാപിച്ചത്. കുവൈത്ത് തീരക്കടലിൽ ചെമ്മീൻ പിടിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇന്ന് അവസാനിക്കും. ചെമ്മീൻ ഇനങ്ങളുടെ പ്രജനനകാലമായതിനാൽ ജൂൺ മധ്യത്തോടെ ഏർപ്പെടുത്തിയിരുന്ന നിരോധനമാണ് ഇന്നത്തോടെ അവസാനിക്കുന്നത്. അറിയിപ്പ് വന്നതോടെ മത്സ്യത്തൊഴിലാളികളും ഉപഭോക്താക്കളും ആഹ്ലാദത്തിലാണ്. ഒമാനിലെ ലിവയിൽ മലിനീകരണത്തിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ തെരുവിലിറങ്ങിയത് സംഘർഷത്തിനിടയാക്കി. ശൂറ കൗൺസിൽ അംഗം ഡോക്ടർ താലിബ് അൽ മഅ്മറിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചതായി മനുഷ്യാവകാശ പ്രവർത്തകർ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ ആരോപിച്ചു. എന്നാൽ ഇക്കാര്യം പോലീസ് നിഷേധിച്ചിട്ടുണ്ട്. സുഹാർ വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങൾ പുറന്തള്ളുന്ന പുകയും മാലിന്യങ്ങളും ലിവ മേഖലയിലെ ജീവിതം ദുസ്സഹമാക്കുന്നു എന്നാരോപിച്ച് മുമ്പും ഇവിടത്തുകാർ പ്രകടനം നടത്തിയിരുന്നു. അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന് ആരോപിച്ചായിരുന്നു ഇന്നലത്തെ പ്രതിഷേധം. ഒമാൻ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയറിൽ നിന്ന് അടുത്തിടെ പിരിച്ചുവിടപ്പെട്ട സ്വദേശി പൈലറ്റുമാരും ജീവനക്കാരും ശൂറ കൗൺസിലിന് പരാതി നൽകി. പിരിച്ചുവിട്ടവരുടെ പരാതി കേൾക്കാൻ ശൂറ കൗൺസിൽ രൂപീകരിച്ച സമിതിക്ക് മുന്നിലാണ് ഇവർ എത്തിയത്. സമിതി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി. നടപടി ഒമാൻ തൊഴിൽ നിയമത്തിന്റെ ലംഘനമാണെന്നും ജോലിക്ക് അപേക്ഷ നൽകുന്നവരെ അനാവശ്യ പരീക്ഷകൾക്ക് വിധേയമാക്കുന്നുവെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടി. മതകാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുവൈത്തിലെ എല്ലാ പള്ളികളിലെയും ഖുതുബ റെക്കോർഡ് ചെയ്യാൻ ഔക്കാഫ് ഇസ്ലാമികകാര്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഫരീദ് അസദ് അൽ ഇമാമി നിർദ്ദേശം നൽകി. പൊതു താൽപര്യപ്രകാരം ഖുതുബകൾ നന്നാക്കാൻ വേണ്ടിയാണ് നടപടിയെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഖത്തീബുമാർ രാഷ്ട്രീയ വിഷയങ്ങൾ ഖുതുബകളിൽ പരാമർശിക്കരുതെന്ന കർശന നിർദ്ദേശവും മന്ത്രാലയം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കുവൈത്ത് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ ഷാഫി അൽ അജമിയെ ഖുതുബ നിർവഹിക്കുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ട് ഔക്കാഫ് മന്ത്രാലയം ഉത്തരവിട്ടിരുന്നു. ഈജിപ്ത് വിഷയത്തിൽ രാജ്യ താൽപര്യങ്ങൾക്കെതിരെ പ്രസംഗിച്ചു എന്നതിന്റെ പേരിലാണ് വിലക്ക്. ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡ് ഇന്ന് രക്തസാക്ഷികളുടെ വെള്ളിയാഴ്ചയായി ആചരിച്ചു. സൈനിക അടിച്ചമർത്തലിൽ കൊല്ലപ്പെട്ട ജനാധിപത്യ പ്രക്ഷോഭകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ദിനാചരണം. ഇതിന്റെ ഭാഗമായി കൈറോയിലും മറ്റ് ഈജിപ്ഷ്യൻ നഗരങ്ങളിലും പ്രകടനങ്ങൾ നടന്നു. കനത്ത സൈനിക സാന്നിധ്യത്തിലായിരുന്നു ഇന്ന് കൈറോ. എന്നാൽ ഇതിനെ അവഗണിച്ച് ഇന്നും ആയിരങ്ങൾ പ്രകടനങ്ങളിൽ അണിനിരന്നു. കൈറോ, ഗിസ എന്നിവിടങ്ങളിലെ 20ഓളം മേഖലകളിൽ റാലികൾ നടന്നു. നാഷണൽ റിസർച്ച് സെന്ററിൽ അവസാനിക്കാൻ നിശ്ചയിച്ചിരുന്ന റാലികൾ എന്നാൽ അവിടെ എത്തും മുമ്പ് തന്നെ പിരിച്ചുവിട്ടു. ഇന്നത്തെ പ്രകടനങ്ങളിൽ പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് മുർസിയുടെ ചിത്രങ്ങൾ കുറവായിരുന്നു എന്നതും ശ്രദ്ധേയമായി. മുർസി എന്ന വ്യക്തിക്കുപരിയായി പട്ടാള അട്ടിമറിക്കെതിരെയാണ് തങ്ങളുടെ പ്രക്ഷോഭമെന്ന് ബ്രദർഹുഡ് വിശദീകരിച്ചു. പട്ടാള ഭരണകൂടത്തിനെതിരെ കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനങ്ങൾ സൈന്യത്തിന്റെ സായുധ അടിച്ചമർത്തലിലാണ് കലാശിച്ചത്. ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഈജിപ്തിലെ ജനാധിപത്യ പ്രക്ഷോഭത്തിന് പിന്തുണയർപ്പിച്ചുള്ള പ്രകടനങ്ങൾ നടന്നു. ജെറുസലേമിലും ഹെബ്രോണിലും അഫ്ഗാനിസ്ഥാനിലും നൂറുകണക്കിന് പേർ ഈ പ്രകടനങ്ങളിൽ പങ്കാളികളായി. തുർക്കി, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലും പട്ടാള വിരുദ്ധ പ്രകടനങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.
ഈജിപ്തിലെ സൈനിക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കുവൈത്തിലെ പ്രതിപക്ഷ നേതാക്കൾ ഇരാദ ചത്തുരത്തിൽ ധർണ നടത്തി. ധർണയിൽ 200ഓളം പേർ പങ്കെടുത്തു. അബ്ദുൽ ഫത്താഹ് അൽ സിസി ചർച്ചയ്ക്ക് തയ്യാറാണമെന്നും രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. GCC നേതൃത്വം ചർച്ചകൾക്ക് മുൻകൈയെടുക്കാത്ത സാഹചര്യത്തിലാണ് പൗരന്മാർ മുന്നോട്ട് വരുന്നതെന്ന് ധർണയിൽ സംസാരിച്ച കുവൈത്ത് മുൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹായിഫ് പറഞ്ഞു. ഈജിപ്തിലെ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി അബ്ദുൽ ഫത്താഹ് അൽ സിസിയുമായി GCC രാജ്യങ്ങളിലെ പണ്ഡിതന്മാരും രാഷ്ട്രീയ നേതാക്കളും ചർച്ച നടത്താൻ തയ്യാറാണെന്നും ഉപദേശങ്ങൾ ചെവിക്കൊള്ളാൻ സിസി തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈജിപ്തിലെ പണ്ഡിതന്മാരും യൂറോപ്യൻ നേതാക്കളും നടത്തുന്ന സമാധാന ശ്രമങ്ങൾ പട്ടാള മേധാവി തള്ളിക്കളയുകയാണെന്നാണ് അറിഞ്ഞത്. ഇക്കാര്യത്തിൽ മുസ്ലിം നേതാക്കൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കണം. സിറിയൻ ജനതയെ പിന്തുണച്ച തങ്ങൾക്ക് ഈജിപ്തിൽ നടക്കുന്ന സംഭവങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കാനാവില്ലെന്നും മുസ്ലിങ്ങൾ മണലിൽ തലപൊഴുത്തിയിരിക്കുന്നവരല്ലെന്ന് മനസ്സിലാക്കണമെന്നും ധർണയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കി. ഈജിപ്തിലെ സൈനിക ഭരണകൂടത്തെ പിന്തുണക്കുന്ന നിലപാടാണ് കുവൈറ്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഈജിപ്ത് എംബസിക്ക് മുന്നിൽ പ്രകടനം നടത്തിയതിന്റെ പേരിൽ 15 ഈജിപ്ത് സ്വദേശികളെ നാടുകടത്തിയിരുന്നു. ഇപ്പോൾ കുവൈറ്റികൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സർക്കാർ നിലപാടുകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. മീഡിയ 1 കുവൈറ്റ്. സിറിയയിൽ രാസായുധം പ്രയോഗിച്ച സംഭവത്തിൽ UN പരിശോധനാ സംഘത്തോട് സഹകരിക്കണമെന്ന് സിറിയൻ ഭരണകൂടത്തോട് റഷ്യ. രാസായുധ പ്രയോഗത്തിന് പിന്നിൽ ബശാറുൽ അസദ് ഭരണകൂടം തന്നെയാണെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി വില്യം ഹേഗ് ആരോപിച്ചു. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ ബഷാറുൽ അസദിന് അനുകൂലമായ നിലപാടാണ് ഇതുവരെ റഷ്യ പുലർത്തിപ്പോന്നത്. രാസായുധ പ്രയോഗത്തിനെതിരെ ലോകമെങ്ങും ശക്തമായ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പ്രസ്താവന നടത്തിയത്. എന്നാൽ ചൈന ഇക്കാര്യത്തിൽ കരുതലോടെയാണ് പ്രതികരിച്ചത്. അന്വേഷണം പൂർത്തിയാകും വരെ മുൻവിധികൾ പാടില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ചൈനയും റഷ്യയുമാണ് നേരത്തെ അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ സിറിയയ്ക്കെതിരെ കൊണ്ടുവന്ന ഉപരോധ പ്രമേയം വീറ്റോ ചെയ്തത്. ഇതിനിടെ സിറിയയിൽ ബഷാറുൽ അസദ് ഭരണകൂടം വീണ്ടും രാസായുധ റോക്കറ്റുകൾ പ്രയോഗിച്ചതായി പ്രതിപക്ഷ സഖ്യം ആരോപിച്ചു. രാസായുധ പ്രയോഗത്തിനെതിരെ ജനങ്ങൾ അലപ്പോയിൽ തെരുവിലിറങ്ങി. 1700 പേർ രാസായുധ പ്രയോഗത്തിൽ മരിച്ചിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ സഖ്യം ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സിറിയൻ ആഭ്യന്തര യുദ്ധം നടന്നതിന് ശേഷം അഭയാർത്ഥികളായി മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത കുട്ടികളുടെ എണ്ണം 10 ലക്ഷമായി ഉയർന്നു. കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന യുനിസെഫിന്റേതാണ് ഈ റിപ്പോർട്ട്. കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന സംഘർഷങ്ങളാണ് സിറിയയിൽ നിന്നും ഇത്രയധികം കുട്ടികൾ പലായനം ചെയ്യാനുണ്ടായ പ്രധാന കാരണമെന്ന് യുനിസെഫ് ചൂണ്ടിക്കാട്ടി. ഇത്തരം പലായനങ്ങളാകട്ടെ ലോകത്തെ വിവിധ ക്യാമ്പുകളിൽ കുട്ടികളടക്കമുള്ള അഭയാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടാക്കി. സിറിയയിൽ നിന്നും ലബനാനിൽ നിന്നും ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്ന മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ എണ്ണം കൂടിയെടുക്കുമ്പോൾ അഭയാർത്ഥികളുടെ എണ്ണം ഇതിലേറെ വരും. നിരവധി കുട്ടികൾക്ക് ജീവഹാനി സംഭവിച്ചതായും റിപ്പോർട്ട് പറയുന്നു. നിരവധി സിറിയൻ കുട്ടികൾ ജോർദാൻ, തുർക്കി, ഇറാഖ്, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്നു. നിലവിലെ കണക്കനുസരിച്ച് 7,40,000 കുട്ടികൾ. 11 വയസ്സിനിടയിലുള്ളവരാണ് കൂടുതലും. ജോർദാനിലെ സാത്താരി ക്യാമ്പിലാണ് കൂടുതൽ അഭയാർത്ഥികളും ഉള്ളത്. സാത്താരി ക്യാമ്പിൽ 1,30,000 കുട്ടികളാണുള്ളത്. സിറിയയിലെ ഭീതിയേറിയ ജീവിത സാഹചര്യത്തിൽ നിന്ന് രക്ഷ തേടി ഇറങ്ങിയ ഈ കുരുന്നുകൾക്ക് ഇപ്പോൾ ഈ ക്യാമ്പ് തന്നെയാണ് ഏറെ ആശ്വാസവും സന്തോഷവും. قال لي بسمح لك رحنا على سملين قعدنا 2-3 قذايف تمرق من فوقينا واحنا متخبين بالقرن والله اجى عمي قال لنا تطلعوا على الزعتري. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ലെബനനിൽ ഇരട്ട ബോംബാക്രമണം. വടക്കൻ ലെബനനിലെ ട്രിപ്പോളിയിലുണ്ടായ സ്ഫോടനങ്ങളിൽ 29 പേർ കൊല്ലപ്പെട്ടു. 500ഓളം പേർക്ക് പരിക്കേറ്റു. വ്യാപകമായ നാശനഷ്ടവും ഉണ്ടായി. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. വടക്കൻ ലബനാനിലെ ട്രിപ്പോളി നഗരത്തിൽ മുസ്ലിം പള്ളികൾക്ക് സമീപമാണ് സ്ഫോടനമുണ്ടായത്. അബു അലി സ്ക്വയറിലെ അൽ തഖ്വ പള്ളിക്ക് സമീപമാണ് ആദ്യ സ്ഫോടനമുണ്ടായത്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ജനങ്ങൾ പള്ളിക്ക് പുറത്തേക്കിറങ്ങുന്ന സമയത്തായിരുന്നു സ്ഫോടനം. ഇതാണ് അപകട നിരക്ക് ഉയരാനിടയാക്കിയത്. ശക്തമായ സ്ഫോടനത്തിൽ ഉയർന്ന പുക നഗരം മുഴുവൻ നിറഞ്ഞു. ആഭ്യന്തര സംഘർഷം മൂർച്ഛിച്ച അയൽരാജ്യമായ സിറിയയിലെ സംഭവങ്ങളുടെ ഭാഗമായാണ് ലബനാനിലെ സ്ഫോടനമെന്ന് കരുതുന്നു. സിറിയയിൽ ഹിസ്ബുള്ളയുടെ സായുധ പോരാളികൾ ബഷാറുൽ അസദിനെ സഹായിക്കുന്നുണ്ട്. ഇതിനെ എതിർക്കുന്ന സുന്നി ഗ്രൂപ്പുകളാണ് ആക്രമണത്തിന്റെ പിന്നിലെന്ന് ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള ആരോപിച്ചു. ലബനനിൽ ആഭ്യന്തര കലാപം അവസാനിച്ചതിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നുണ്ടായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ബെയ്റൂത്തിൽ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രത്തിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെടുകയും 350ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ബഗ്ദാദിൽ ചാവേർ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ഷിയ ഭൂരിപക്ഷ പ്രദേശത്തെ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരാണ് ആക്രമണത്തിൽപ്പെട്ടത്. മറ്റ് 17 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ വർഷം പൗരന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ക്രമാതീതമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ അക്രമ പരമ്പരകളാണ് രാജ്യത്ത് അരങ്ങേറിയത്.